കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ഫ്ളാറ്റ് ക്ലോസിംഗ് നൽകുകയും ഗോൾഡിന്റെ വില 1% ഉയരുകയും ചെയ്തു. ബ്രന്റ് ക്രൂഡിന്റെ വിലയിലും 0.7% വർധനവുണ്ടായി. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി 8 പോയിന്റ് ഇടിഞ്ഞ് 24,610 ക്ലോസിംഗ് നൽകി. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിലാണ്. FIS 1,286 കോടി രൂപയുടെ ബൈയിങ് നടത്തിയപ്പോൾ DIS 605 കോടി രൂപയുടെ ബൈയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് NTPC ഗ്രീൻ എനർജി എന്ന കമ്പനിക്ക് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും 500 മെഗാവാട്ട് ശേഷിയുള്ള ഒരു സോളാർ പവർ കോൺട്രാക്ട് ലഭിച്ചിട്ടുണ്ട്. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. IT സെക്ടറിലെ LTI മാൻഡ്രി, ഇൻഫോസിസ് തുടങ്ങിയ സ്റ്റോക്കുകളെ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാം. LTI മാൻഡ്രി GitHub എന്ന കമ്പനിയുമായി സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ഡെവലപ്പിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡ്രിവൺ പെയ്ഡ് പ്രോഗ്രാമുകളുമായിരിക്കും GitHubന് വേണ്ടി LTI മാൻഡ്രി പ്രൊവൈഡ് ചെയ്യുക. ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൽ PNC ഇൻഫ്രാടെക്, HG ഇൻഫ്രാ എഞ്ചിനീയറിംഗ് തുടങ്ങിയ 2 സ്റ്റോക്കുകളെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. PNC ഇൻഫ്രാടെക് ഉത്തർപ്രദേശിലെ നാഷണൽ ഹൈവേയുടെ 4 ലൈൻ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തു എന്നൊരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. HG ഇൻഫ്ര എന്ന കമ്പനിക്ക് മിനിസ്ട്രി ഓഫ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് ഹൈവേയിൽ നിന്നും 763 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. സാക്ഷി മെഡിടെക് ആൻഡ് പാനൽ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് വരുന്ന 3 വർഷത്തേക്ക് EV പാനൽ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 250 കോടി രൂപയുടെ ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ത്രിവേണി എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി അതിന്റെ അമാൽഗമേഷൻ പ്രോഗ്രാം പുറത്തുവിട്ടിട്ടുണ്ട്. പുതിയ പ്രോഗ്രാം വഴി ത്രിവേണി എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ്, സർ ഷാദിലാൽ എന്റർപ്രൈസസ്, ത്രിവേണി പവർ ട്രാൻസ്മിഷൻ തുടങ്ങിയ കമ്പനികൾ അമാൽഗമേറ്റ് ആകും. അഫീസ് സ്പേസ് സൊല്യൂഷൻ എന്ന കമ്പനി അതിന്റെ 12% സ്റ്റേക്കുകൾ ബ്ലോക്ക് ഡീൽ വഴി സെൽ ചെയ്യുന്നു. 5% ഡിസ്കൌണ്ടിൽ 680 രൂപ എന്ന റേറ്റിലാണ് സെല്ലിംഗ് നടക്കുക. ഈ ബ്ലോക്ക് ഡീൽ വഴി 583 കോടി രൂപയുടെ ഫണ്ട് കമ്പനി സമാഹരിക്കും. BEML എന്ന PSU സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. BEMLന് 50 ടൺ ശേഷിയുള്ള ട്രെയിലർ നിർമ്മിക്കാൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും 83 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. വ്രജ് അയൺ ആൻഡ് സ്റ്റീൽ എന്ന കമ്പനിയുടെ എക്സ്പാൻഷൻ പ്ലാനിന് ഛത്തീസ്ഗഡ് എൻവയോൺമെന്റ് ആൻഡ് കൺസർവേഷൻ ബോർഡ് അപ്രൂവൽ നൽകിയത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻ എന്ന കമ്പനി അതിന്റെ 5 സ്റ്റെപ്പ് ഡൌൺ സബ്സിഡറികളെ മെർജ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കർണാടക ബാങ്ക് റീറ്റെയിൽ ബിസിനസ് വളർത്തുന്നതിന് വേണ്ടി റീറ്റെയിൽ അസറ്റ് സെന്റർ ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചു. JSW സ്റ്റീൽ എന്ന കമ്പനിക്ക് GST ഡിപ്പാർട്ട്മെന്റിൽ നിന്നും 64 കോടി രൂപയുടെ GST ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചു. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് എന്ന കമ്പനിക്ക് മഹാരാഷ്ട്ര സെയിൽസ് ടാക്സ് അതോറിറ്റിയിൽ നിന്നും 30 ലക്ഷം രൂപയുടെ ടാക്സ് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന് 1359 കോടിയുടെ ഒരു ഇൻകം ടാക്സ് ഓർഡറും ലഭിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചർ, ബൈ, സെൽ എന്നീ ആക്ടിവിറ്റികൾക്ക് വേണ്ടി റിലയൻസ് EV എന്ന പേരിൽ ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിന് കീഴിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തതുകൊണ്ട് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. LIC ഏഷ്യൻ പെയിന്റിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 5% നിന്നും 7% ഉയർത്തി. കെൽട്ടോൺ ടെക് സൊല്യൂഷൻ എന്ന കമ്പനിക്ക് ഓയിൽ ഇന്ത്യയുടെ സൈഡിൽ നിന്നും $2.5 മില്യൺ ഒരു ഓർഡർ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ ഗ്രാനിറ്റോ ഇന്ത്യ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ഏഷ്യൻ ഗ്രാനിറ്റോ ഇന്ത്യ ക്ലൈൻ സ്റ്റോൺ ഓഫ് UK എന്ന കമ്പനിയുടെ ഷെയറുകൾ അക്വയർ ചെയ്യുന്നതിന് വേണ്ടി ശുദ്ധ് ഇൻവെസ്റ്റ്മെന്റ് എന്ന കമ്പനിയുമായി ചേർന്ന് എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അലൈഡ് ബ്ലെൻഡേഴ്സ് ആൻഡ് ഡിസ്റ്റിലേഴ്സ് എന്ന കമ്പനി മീനാക്ഷി ആഗ്രോ ഇൻഡസ്ട്രീസിനെ അക്വയർ ചെയ്യുന്നതിന് വേണ്ടി എഗ്രിമെന്റിൽ ഒപ്പുവെച്ചു. ഈ അക്വിസിഷന് ശേഷം മീനാക്ഷി ആഗ്രോ അലൈഡ് ബ്ലെൻഡേഴ്സ് ആൻഡ് ഡിസ്റ്റിലേഴ്സ് എന്ന കമ്പനിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയായി മാറും. അദാനി പോർട്ടിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ശ്രീലങ്കയിലെ പോർട്ട് പ്രോജക്ടിന് അമേരിക്കയിലെ USDFC ഫണ്ട് ഉപയോഗിക്കില്ല എന്ന് അദാനി പോർട്ട് അറിയിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്